ചെറിയ പെരുന്നാളിന്റെ വലിയ സന്തോഷങ്ങൾക്ക് പകിട്ടേകാൻ വർണ്ണവിസ്മയമൊരുക്കി ഇമ്മാനുവൽ സിൽക്സിൽ 100 റംദാൻ സെയിൽ. ഈ ചെറിയ പെരുന്നാൾ ആഘോഷമാക്കാൻ ഇമ്മാനുവൽ സിൽക്സിലേക്ക് സ്വാഗതം. ഇമ്മാനുവൽ സിൽക്സ്. വിശദമായ വാർത്തകളിലേക്ക്. അപകടകരമായ വർഗീയതയും അതിഭീകരമായ ജനവിരുദ്ധ സാമ്പത്തിക നയങ്ങളും ഭരണഘടനയെയും ജനാധിപത്യത്തെയും പുച്ഛിച്ചു തള്ളുന്ന രാഷ്ട്രീയ സമീപനങ്ങളുമാണ് നരേന്ദ്രമോദി സർക്കാരിന്റെ മുഖമുദ്ര എന്ന് മന്ത്രി കെ രാജൻ. ഈ മുഖമുദ്ര വിദ്യാഭ്യാസ മേഖലയിലൂടെ അടിച്ചേൽപ്പിക്കാനാണ് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നതെന്നും മന്ത്രി കെ രാജൻ പറഞ്ഞു. AISF സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി പട്ടാമ്പിയിൽ നടന്ന സ്വാഗത സംഘം രൂപീകരണ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. സവർക്കറുടെ രാഷ്ട്രീയ മുദ്രാവാക്യം അംഗീകരിക്കുന്ന ഒരു ഭരണകൂടം അക്ഷരാർത്ഥത്തിൽ ഇന്ത്യയുടെ തലച്ചോറുകളെ പോലും വിലയ്ക്ക് വാങ്ങാൻ കഴിയുന്ന വിധത്തിൽ ക്യാച്ച് ദം യങ് എന്ന മുദ്രാവാക്യത്തിലേക്ക് പോവുകയാണ്. അപകടകരമായ വർഗീയത, അതിഭീകരമായിട്ടുള്ള ജനവിരുദ്ധ സാമ്പത്തിക നയങ്ങൾ, ഫെഡറലിസത്തെയും ജനാധിപത്യത്തെയും ഭരണഘടനയെയും പുച്ഛിച്ചു തള്ളുന്ന രാഷ്ട്രീയ സമീപനങ്ങൾ, നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള 3ാം ഗവൺമെന്റിന്റെ മുഖമുദ്രകൾ ഇതൊക്കെയാണ്. ആ മുഖമുദ്രകൾ നമ്മുടെ രാജ്യത്ത് അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വഴി ഇന്ത്യൻ വിദ്യാഭ്യാസ കേന്ദ്രത്തെയാണ്. കോവിഡിൽ പുറത്തിറങ്ങാൻ പോലും കഴിയാതെ സാമൂഹിക അകലവും സാനിറ്റൈസറും മുഖംമൂടികളുമായി ലോകം നിൽക്കുന്ന കാലത്ത് പരമോന്നത ജനാധിപത്യ കേന്ദ്രമായ ഇന്ത്യയുടെ പാർലമെന്റിന്റെ ഇരുസഭകൾ 1 മണിക്കൂർ പോലും ചർച്ച ചെയ്യാതെ പുതിയ ദേശീയ വിദ്യാഭ്യാസ നയം നമ്മുടെ രാജ്യത്ത് പ്രഖ്യാപിച്ചു. കോത്താരി കമ്മീഷൻ മുതൽ ഇന്ത്യ ഉയർത്തിപ്പിടിച്ചിരുന്ന വിദ്യാഭ്യാസ രംഗത്തെ നയസമീപനങ്ങളെ സമ്പൂർണമായി തകർത്തുകൊണ്ട് യുക്തിബോധത്തിന്റെ ശാസ്ത്രീയതയുടെ അവസാനത്തെ അണുപോലും ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ ശരീരത്തിൽ ഉണ്ടാകാൻ പാടില്ല എന്ന് നിഷ്കർഷിച്ച് കേവലം ജോലി ലഭ്യമാക്കേണ്ട ഉപകരണങ്ങൾ മാത്രമാണ് വിദ്യാർത്ഥികൾക്ക് ഇത് പ്രഖ്യാപിച്ചുകൊണ്ട് തൊഴിലധിഷ്ഠിതം എന്ന മുഖംമൂടിയോടെ തെറ്റായ ഒരു ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള ഒരു വിദ്യാഭ്യാസ നയം. ഇന്ത്യയിലെ ദേശീയ വിപ്ലവ വിദ്യാർത്ഥി പ്രസ്ഥാനമായ AISFന്റെ 46ാം സംസ്ഥാന സമ്മേളനം മെയ് 8, 9 തീയതികളിലായാണ് പട്ടാമ്പിയിൽ വെച്ച് നടത്തുന്നത്. സമ്മേളനത്തിന്റെ നടത്തിപ്പിനായാണ് സ്വാഗത സംഘം രൂപീകരിച്ചത്. OK സൈദലവി അധ്യക്ഷനായി. AISF സംസ്ഥാന പ്രസിഡന്റ് RS രാഹുൽ, സംസ്ഥാന സെക്രട്ടറി P കബീർ, ജില്ലാ സെക്രട്ടറി സിനാഫ്, ജിസ്മോൻ, KP സുരേഷ് രാജ്, മുഹമ്മദ് മുഹസിൻ MLA, സുമലത മോഹൻദാസ് തുടങ്ങിയവർ സംസാരിച്ചു.